എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം അലോട്ട്മെന്റ് ലിസ്റ്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. എങ്ങനെ ചെക്ക് ചെയ്യാം നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ കയറി കേരള യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യാം. കേരള യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് UG, PG, BEd ഒക്കെ പറഞ്ഞ് അപ്ലൈ ആവുന്ന ഒരു ഓപ്ഷൻ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ FIUGP ക്ലിക്ക് ഹിയർ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡി മീൻസ് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല. ഒന്നാം അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കുകയും മാൻഡറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുകയും നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷനായി ഹാജരാകുകയും ചെയ്യാം. എന്നാൽ ഒന്നാം അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല, രണ്ടാം അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ 1000-നടുത്ത് മാൻഡറ്ററി ഫീ എന്ന് പറഞ്ഞൊരു ഫീ ഉണ്ട്. ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഫീസ് നിങ്ങൾ അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുവാനും ശേഷം യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ഹാജരാകാനും സാധിക്കുള്ളൂ. കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടർ ഓഫ് സ്ക്രൈ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.